ഹായ് ഗൈസ്, ഞാനൊരു മൈക്ക് മേടിച്ചു കേട്ടോ. നമുക്ക് റെക്കോർഡിങ്സിനൊക്കെ ആയിട്ട് ഒരു മൈക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ക്രയോ ഗോറക്കിൻ്റെ വയർലെസ് മൈക്കാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒന്നും ഉണ്ടല്ലോ. അപ്പം നമുക്ക് പതിയെ ഓപ്പൺ ചെയ്യാം കേട്ടോ. അത് ഒരു ഇൻസ്ട്രക്ഷനൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാ ഇൻസ്ട്രക്ഷൻ, ഇതിനകത്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് നോക്കാം. ഇതാ സ്റ്റിക്കറും ഇതെന്തിനാന്ന് എനിക്കറിയില്ല. എന്താ ഇരിക്കും നമ്മുടെ മൈക്കുണ്ട്. ഇത് ചാർജിങ് കേബിളാണ് തോന്നുന്നത്. നോക്കാം നമുക്കത്. ചാർജിങ് കേബിൾ, ഇത് അഡാപ്റ്റർ. ഇത് നമ്മുടെ ഐഫോണിൻ്റെ അഡാപ്റ്ററാണ് കേട്ടോ. ഇത് ഫോണിൽ കണക്ട് ചെയ്തിട്ട് മൈക്ക് കണക്ട് ചെയ്ത് വെക്കാം. മൈക്ക് തുറന്ന് നോക്കാം. യെസ്, നമ്മുടെ മൈക്ക് കാണിക്കുന്നു. ഇവിടെ ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോയിൻ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഈ ബോക്സ് ആട്ടോ ചാർജ് ചെയ്യേണ്ടത്. ഈ ബോക്സ് ചാർജ് ചെയ്തിട്ട് വെക്കുമ്പോഴത്തേക്കും നമുക്ക് മൈക്കിന് ചാർജ് തീരുമ്പോഴത്തേക്കും മൈക്ക് ഇവിടെ ഇരുന്ന് ചാർജ് ആവും. ഇത് കണ്ടോ, ഒരു ബ്ലൂ ലൈറ്റ് കണ്ടോ നിങ്ങൾ? ഇത് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും മൈക്ക് ചാർജ് ആകുമ്പോഴത്തേക്കും ഇവിടെ ഈ ബ്ലൂ ലൈറ്റ് ഇരുന്ന് കത്തിക്കൊണ്ടിരിക്കും കേട്ടോ. ഇത് തുറക്കാം. ഇതേ അഡാപ്റ്റർ, ഫോണിൽ കണക്ട് ചെയ്യേണ്ട അഡാപ്റ്റർ ഇതാണ്. മൈക്ക് ഇതാണ്. അപ്പം നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കിയാലോ. നോക്കാം. അപ്പം നമ്മളാദ്യം ഇതാ ഇവിടെ കണക്ട് ചെയ്യുന്നു. ഇതിപ്പോൾ ലൈറ്റൊന്നും കത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് OTG ആദ്യം എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതിവിടെ കണക്റ്റ് ആവുള്ളൂ. OTG എനേബിൾ ആക്കുമ്പോഴത്തേക്കും ഇതേ കണ്ടോ, ഗ്രീൻ ലൈറ്റും വന്നിട്ടുണ്ട്. ഇതാ പെയർ ആയിട്ടുണ്ട്. പെയർ ആകാതിരിക്കുവാണെങ്കിൽ റെഡും ബ്ലൂവും കൂടെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കത്തും കേട്ടോ. ഇതിപ്പോൾ പെയർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ, വർക്കിംഗ് ആണോ എന്ന്. ഇതേ സൈഡിൽ പവർ ബട്ടൺ ഉണ്ട്. നമുക്ക് ഈ മൈക്ക് റീസെറ്റ് ചെയ്യണമെങ്കിൽ പവർ ബട്ടണിൽ ഒരു 3-4 വട്ടം കണ്ടിന്യൂസ് ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരുന്നാൽ മതി. അതുപോലെ തന്നെ ഈ അഡാപ്റ്ററിലും ഉണ്ട് ഒരു റീസെറ്റ് ബട്ടൺ. കണ്ടോ, ഒരു ചെറിയ ഹോള്. ഇതിൽ നമ്മുടെ സിം ഇജക്ടർ ടൂളില്ലേ, ആ പിന്ന് വെച്ചിട്ട് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും നമുക്ക് റീസെറ്റ് ചെയ്യാം. അപ്പം നമുക്ക് റെക്കോർഡ് ചെയ്ത് നോക്കിയാലോ. റെക്കോർഡിങ്സ് എവിടെ? എടുക്കട്ടെ. അപ്പം നമുക്കിത് ടെസ്റ്റ് ചെയ്താൽ ഈ ബ്ലൂ ലൈറ്റ് മറ്റേ നോയിസ് ക്യാൻസലേഷൻ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നോയിസ് ക്യാൻസലേഷനൊക്കെ ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ ഓൺ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം റെക്കോർഡ് ചെയ്യുകയാണ്. ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്, സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങൾ എന്ത് പറയുന്നു? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഹലോ ഹലോ ഹലോ. അപ്പോൾ നമുക്ക് ആദ്യം കേട്ട് നോക്കാം കേട്ടോ. ഇത് കേൾക്കാനായിട്ട് ആദ്യം നമ്മൾ ഇതൊന്ന് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണം. നമുക്ക് കേട്ട് നോക്കിയാലോ. ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്, സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങൾ എന്ത് പറയുന്നു? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഹലോ. ഇത് വർക്കാവുന്നുണ്ട്. ഇനി നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ഇല്ലാതെ നോർമൽ മോഡിൽ നോക്കാം കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ഒന്നുകൂടെ കണക്ട് ചെയ്തു. റിപ്പയർ ചെയ്തിട്ടുണ്ട്. നോർമൽ മോഡിലാക്കാൻ വേണ്ടി ഈ പവർ ബട്ടണിൽ തന്നെ ഒരു വട്ടം ഞെക്കുമ്പോഴത്തേക്കും ഗ്രീൻ ലൈറ്റ് ആവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ടൊന്ന് അടുത്ത് റെക്കോർഡ് ചെയ്ത് നോക്കാം. ഹലോ, സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഹലോ ഹലോ. ടെസ്റ്റിംഗ്.
ഓക്കെ 20 നോക്കാം കേട്ടോ ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്ന്. സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഹലോ ഹലോ. കണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ ഈ ഫാനിന്റെ ഒച്ചയൊന്നും കേൾക്കുന്നില്ലായിരുന്നു കേട്ടോ. കണ്ടോ ഇവിടെ ഫാനിന്റെ ഒച്ചയില്ല. സുഖമാണോ? ഇത് വരുമ്പോ ഫാനിന്റെ ഒച്ചയൊക്കെ നല്ലോണം കേൾക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട് കണ്ടോ. അതാണ് നോർമൽ മോഡും ക്യാൻസലേഷൻ മോഡും. അപ്പോൾ ഇത് നമ്മൾ ഈ മൈക്കിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1800 രൂപയ്ക്കാണ് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചത്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു സാധനമാണ്, നമുക്ക് ഉപയോഗിക്കാൻ സ്ഥിരം ഉപയോഗിക്കാൻ പറ്റിയൊരു മൈക്കാണ്. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു, നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ക്രയോയുടെ സൈറ്റിൽ ആമസോണിൽ ക്രയോയുടെ മൈക്ക് സെർച്ച് ചെയ്താൽ മതി, കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.